ഭാവിയിലെ യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും ആകാശത്തോ കരയിലോ മാത്രം നടക്കില്ല. അവ പലപ്പോഴും കണ്ണിൽപ്പെടാത്ത ആഴക്കടലിലും റഡാറുകൾക്ക് പോലും പിടികിട്ടാത്ത നിശബ്ദ മേഖലയിലും തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ലോകശക്തികൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നത് അന്തർവാഹിനി ശേഷിയിലേക്കാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്ട് 75 രാജ്യത്തിന്റെ സമുദ്രതന്ത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി മാറുന്നത്. ഇത് വെറും ആയുധ വാങ്ങൽ പദ്ധതി മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുന്ന ദീർഘകാല സുരക്ഷാ രൂപരേഖയാണ്. ഇന്ത്യയുടെ ചുറ്റുപാടുള്ള സമുദ്രപ്രദേശം ഇന്ന് വേഗത്തിലേക്ക് മാറുകയാണ്. അതായത് പാകിസ്ഥാനുമായി തുടരുന്ന സുരക്ഷാ വെല്ലുവിളികളും ചൈനയുടെ വളരുന്ന നാവിക സാന്നിധ്യം, ഇൻഡോ പസഫിക് മേഖലകളിലെ ശക്തി പോരാട്ടം, ആഗോള വ്യാപാര പാതകളുടെ സുരക്ഷ എന്നിവയെല്ലാം ചേർന്നാണ് പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കരയിലും ആകാശത്തുമുള്ള ശക്തി മാത്രം മതിയാകില്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോലും നിരീക്ഷണവും പ്രതിരോധവും ഉറപ്പാക്കേണ്ട കാലമായി കൂടിയാണ്. അതുകൊണ്ട് അതിന് മറുപടിയായിട്ടാണ് പ്രോജക്ട് 75 മുന്നോട്ട് വെക്കുന്നത്. പ്രോജക്ട് 75 അനുസരിച്ച് ഇന്ത്യ 6 അത്യാധുനിക ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ പ്രത്യേകത എണ്ണം മാത്രമല്ല, അതിന്റെ സാങ്കേതിക ഗുണമേന്മ കൂടിയാണ്.